ഹായ്, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ, പല ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ഓരോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ് ബോക്സിൽ ഓരോരുത്തർ വന്ന് ചോദിക്കാണ്, അമ്മേ എൻ്റെ നെറ്റി കയറിപ്പോണു, ഇവിടെ ഒന്നും മുടിയില്ലാന്ന്. അപ്പൊ അതിന് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. പക്ഷെ ഒരാൾക്കല്ലല്ലോ സംശയം, ഒരുപാട് പേർക്കല്ലേ. അപ്പൊ ആ സംശയം ഞാൻ എനിക്കറിയണ വിധത്തില് ഞാൻ ചെയ്തത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ നെറ്റി കയറുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ അവൾക്ക് എന്താ ചെയ്തു കൊടുത്തിരുന്നെന്ന് പറഞ്ഞു തരാം. അതിന് അവൾക്ക് പ്രത്യേകിച്ച് കാരണം എന്ത് പറഞ്ഞാൽ, നമ്മൾക്ക് ഭക്ഷണത്തിൽ നമ്മൾ എല്ലാം പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞാലും നമ്മളെ ഇവിടുന്നുള്ള മുടി കൊഴിയും. മനസ്സിലാക്കണം ആദ്യം കാര്യങ്ങൾ. നമ്മൾ എവിടുന്ന മുടി കൊഴിയണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിൽ മുടി കഴിയണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിൽ മുടി കൊഴിയണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ PCOD പറഞ്ഞിട്ട് ഏത് പ്രായത്തിലും ഉണ്ട് ഇപ്പൊ PCOD കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മുടി കൊഴിയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അങ്ങനെ ഒരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചിക്കനും ചോറ് അങ്ങനെയൊന്നും കഴിച്ചാൽ പോരാ, നമ്മൾ ഭക്ഷണത്തിൽ പോഷകങ്ങൾ ഉൾപ്പെടുത്തണം. നമ്മളെ മുടിക്ക് നമ്മൾക്ക് അകത്തേക്ക് ചെല്ലണം ഭക്ഷണങ്ങൾ, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ സ്വഭാവം, വെറുതെ ഇങ്ങനെ പിന്നിലേക്ക് മുടി എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക, അത് നമ്മൾ ചെയ്യരുത്. കുറെ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാലും നമ്മളെ മുടി മേപ്പെട്ട് നെറ്റി കയറുന്ന സ്വഭാവം ഉണ്ടാകും, മേപ്പെട്ട് ചീന്തല ഇതൊക്കെ അല്ലേ. പിന്നെ കുട്ടികൾക്ക് ഒരു ദുഷിച്ച സ്വഭാവം ഉണ്ട്. എൻ്റെ മോൾക്ക് അങ്ങനെ മുടി ഫ്രണ്ടിൽ നിന്ന് കുട്ടിക്കാലത്ത് കൊഴിഞ്ഞാട്ടോ. അവൾക്ക് എന്നും പോണിടൈൽ കെട്ടണം, പോണിടൈൽ ഇവിടേക്ക് ഇങ്ങോട്ട് മാടം കെട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കുടുക്കി കെട്ടണം. കുട്ടി മുറുക്കാൻ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പറയും, മോളെ മുടി കൊഴിഞ്ഞു പോരടി, ഇങ്ങനെ കെട്ടണ്ട, നല്ല മുറ്റുള്ള മുടിയാണ്. പക്ഷെ ഇവിടുന്നൊക്കെ മുടി കൊഴിഞ്ഞത് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അവൾക്ക് അപ്പൊ PCOD ഇല്ല, ഭക്ഷണത്തിന്റെ കമ്മിയിലോ ഒന്നുമില്ല, അവളുടെ ഈ പോണിടൈൽ കെട്ടലുകൊണ്ടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ആൺകുട്ടിക്ക് മുടി കൊഴിയുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അവൻ ഈ ഹെൽമെറ്റ് സ്ഥിരം വെച്ച് കഴിഞ്ഞാല് ചൂട് കാരണം നമ്മളെ മുടി കൊഴിയും. നമ്മളെ മുടിയുടെ കാരണങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ചാലും, അതുപോലെ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മുടി മേലോട്ട് ഇങ്ങനെ പാർന്നൊരു സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ മുടി കൊഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മുടി കൊഴിയണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ചിലപ്പോൾ അസുഖം കൊണ്ടായിരിക്കും, അസുഖം കൊണ്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ വീട്ടിൽ ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്നറിയോ? മുടി സംരക്ഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ചെയ്യണം. മുടിയിൽ എണ്ണ തേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഇവിടെയാണ് മുടി കൊഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിരൽ മാറ്റിയിട്ട് ഇങ്ങനെ അമർത്തി ചെറുതായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കുക, ഇവിടെ മുടി കൊഴിഞ്ഞെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ സ്കാൽപ്പിൽ എണ്ണ തേക്കണത് ഒരു ടിപ്പ് അതന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ മുടി കൊഴിഞ്ഞവർക്ക് എണ്ണ തേക്കുമ്പോൾ ഇങ്ങനെ മസാജ്. പിന്നെ കുഞ്ഞുള്ളി കുത്തിച്ചതച്ചിട്ട് അത് ഞാൻ ആ കമന്റ് ബോക്സിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയുടെ നീര് അവിടെ കൊഴിഞ്ഞിട്ടുള്ളൂ വെച്ചാൽ അങ്ങനെ നമ്മൾ തേക്കാം. ഫ്രണ്ടിൽ മാത്രം കൊഴിഞ്ഞവർക്കുള്ള റെമഡിയാണ്. ഫുള്ളായിട്ട് മുടി കൊഴിയണവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, എണ്ണ എപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിലും അതൊരു ലൈറ്റ്, അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ നേരിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കണം എന്നല്ല, ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെക്കുക. അറിയാലോ നിങ്ങൾ ഡബിൾ ബോയിലിങ്, അതിലേക്ക് ഒരു സ്പൂണോ 2 സ്പൂണോ എണ്ണ എടുക്കുക, അത് ഒരു ഇളം ചൂടാവുന്നവരെ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മളെ കൈച്ചൂടിന് നമ്മൾ എടുത്തിട്ട് അതിങ്ങനെ മുടിയിൽ ഒരുപാട് തേക്കണം എന്നല്ല, ഉള്ളത് നമ്മൾ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് വെള്ളം കൂടി മസ്റ്റാണ് കേട്ടോ. വെള്ളം കൂടി മസ്റ്റാന്നൊന്നും പറയാനില്ല, നമ്മുടെ ഭാഷയിൽ വെറുതെ പറഞ്ഞു പോയി. വെള്ളം കുടിക്കണം കേട്ടോ കുട്ടികളെ. നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ 2 ഗ്ലാസ് വെള്ളം എണീറ്റ് കഴിഞ്ഞാൽ കുടിക്കണം. ദാഹിക്കുമ്പോൾ കടകടോന്നൊന്നും വെള്ളം കുടിക്കരുത്. നമ്മൾ സ്കിപ്പ് ഇടയ്ക്കിടയ്ക്ക് എത്ര ഒരു 2 മിടുക്ക് വെള്ളം നമുക്ക് അത്രയും കുടിച്ചാൽ മതി. ഒന്നിച്ചു കുടിക്കും പോലെ അല്ല, ദാഹിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു കുടിക്കണം. ദാഹമില്ലെങ്കിൽ, ഇനി മഴക്കാലല്ലേ, ആരും വെള്ളം കൂടി കമ്മിയാക്കരുത് കേട്ടോ. ഉലുവ കുതിർത്തിയ വെള്ളം, എള്ള് കുതിർത്തിയ വെള്ളം, ഇതൊക്കെ നിങ്ങളുടെ PCOD ആണെങ്കിലും രക്തക്കമ്മി ആണെങ്കിലും വിറ്റാമിൻ D കുറവാണെങ്കിലും ഒരു പരിധി വരെ ഈ 2 വെള്ളങ്ങളും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുടി വളരുന്നുണ്ട്. നമ്മളെ ഈ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ പുതുതായി കിളിർത്ത് വരുന്നതാണ്. ചെറിയുള്ളി പ്രയോഗം ഒരു 1 തരം റെമഡി കേട്ടോ. അത് പരീക്ഷിച്ച് വിജയിച്ചതാണ് ഞാൻ എൻ്റെ കുട്ടിക്ക്. അവൾക്ക് മുടി ഇവിടെയൊക്കെ ഇപ്പൊ നെറ്റി മുടി, അവൾക്ക് നല്ല മുടി, എന്നേക്കാളും മുടി അവൾക്ക് ഇപ്പോ. കാരണം അന്ന് അവള് കുട്ടിക്കാലത്ത് കാട്ടിയ തെമ്മാടിത്തരം കൊണ്ട്, അതാ പോണിടൈൽ തോന്നുന്നു പറഞ്ഞു പോന്നതാ തോന്നുന്നു, എനിക്ക് അറിയണില്ല. അന്ന് ടെസ്റ്റ് ചെയ്യൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മ 5-6 പെൺകുട്ടികളെ വളർത്തിയ അമ്മയാണ് എൻ്റെ അമ്മ. അവരുടെ കുട്ടികൾ മുഴുവൻ കുറെ പെൺകുട്ടികളാണ്. ഞങ്ങൾ 2-3 കുട്ടികൾ, 6 കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഓരോരുത്തരെ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചോദിച്ച് ഞാൻ അങ്ങനെ അവൾക്ക് ഉള്ളിയാണ് ചതച്ച് തേപ്പിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്ത റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കുറെ ടിപ്പുകൾ ഉണ്ട് കേട്ടോ. ഇതിന് ഒരു 1 തരം മരുന്ന് ഞാൻ പറഞ്ഞേട്ടെ. നമ്മൾ 1 സ്പൂൺ ആവണക്കെണ്ണ,
1 സ്പൂണ് സാധാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതിലേക്ക് ചിലവർ ചെറുനാരങ്ങ 2-3 തുള്ളി ഒറ്റിക്കും. ചെറുനാരങ്ങ ചിലവർക്ക് പേടിയാണ്. അങ്ങനെയുള്ളവർ നെല്ലിക്ക ജ്യൂസ് കൂട്ടി അത് നന്നായി യോജിപ്പിച്ച് സ്കാൽപ്പിൽ നേരെ അപ്ലൈ ചെയ്തിട്ട് സാധാ നമ്മൾ ചെമ്പരത്തിപ്പൂവിന്റെ താളി വെച്ച് കുളിക്കുക. പിന്നെ അടുത്ത ടിപ്പ്, ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് നമ്മളെ വീട്ടിലെ ചെമ്പരത്തി പൂവില്ലേ, ഈ മുടി കൊഴിഞ്ഞിട്ട് ഈ നെറ്റി കയറുന്നവർക്കുള്ളതാണ്. ഈ തലയിൽ എവിടെ മുടി കൊഴിഞ്ഞാലും ചിലവർക്ക് വട്ടത്തിൽ നെറുകിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളെ ചെമ്പരത്തിപ്പൂവ് ഒന്ന് കുത്തുക, അമ്മിയില് ഒന്ന് കുത്തടികളില് 3-4 പൂവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ തോന്നുന്ന സ്ഥലത്തുണ്ടെങ്കിൽ, അല്ല ചെറിയൊരു സ്ഥലത്തേ ഉള്ളൂ വെച്ചാൽ നമ്മളൊരു പൂവ് എടുത്തിട്ട് അതിനെ കയ്യിലിട്ട് ഞെരടിയിട്ട് അതിങ്ങനെ ഒരയ്ക്ക് തന്നെ നല്ല മസാജ് കൊടുക്കണം. അതുകൊണ്ടാകുമ്പോൾ നല്ല മസാജ്. ഒരുപാട് വ്യത്യാസം കാണും. നിങ്ങൾക്ക് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും പുതിയ മുടി കിളിർത്ത് വരുന്നത് കാണാം. അത് ഒരു 1.5 മരുന്നാണ് കേട്ടോ. കുട്ടികൾക്ക് പേടിയുണ്ടോന്ന് അറിയില്ല, മുതിർന്നവർക്ക് ഒരു പേടിയില്ല കേട്ടോ. ഞാൻ ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കുന്ന സാധനം ഉണ്ട്. നമ്മളെ സാധാ ഇഞ്ചി ഇല്ലേ, ഇഞ്ചി കുത്തിച്ചതച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആ വെള്ളം മാത്രമായിട്ട് തേക്കണ്ട. ചെറിയൊരു പുകച്ചിലുണ്ടാവും, പേടിക്കാനൊന്നുമില്ല. ഇഞ്ചിയല്ലേ, എന്തിനു പേടിക്കണം? നമ്മള് ചീനമുളകല്ലോ, അത്ര എരിവൊന്നുമില്ല. അപ്പൊ നമ്മൾ അത്രയും ഡയലൂട്ട് വെള്ളം ചേർക്കുക. എന്നിട്ട് നമ്മൾ സ്കാൽപ്പിലാണല്ലോ മുടി കൊഴിച്ചില്, പിന്നെ അതിൽ നമ്മൾ നന്നായി അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചോളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 40 മുതൽ 100 മുടി വരെ കൊഴിയുന്നുണ്ട് കേട്ടോ. അതൊരു നോർമൽ കൊഴിച്ചിലാണ്. എന്നോട് പിന്നെ കമന്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എന്റെ 100 മുടി ഒരു ദിവസം കൊഴിയാണെന്ന്. അപ്പൊ കുഴപ്പമില്ല മോളെ, എനിക്ക് പറ്റുന്ന റെമഡി അതിൽ എഴുതി വിട്ടിട്ടുണ്ട്. അവൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. കേൾക്കണ കുട്ടിക്ക് ഇപ്പൊ മനസ്സിലാവും ചെയ്യുന്നോണ പറയല്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഉപയോഗിച്ചിട്ട് വെച്ചിട്ടാണ് അമ്മ 6-7 ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെളുത്തുള്ളി, വലിയ സവാള, പിന്നെ നമ്മളെ കൊച്ചുള്ളി, ഇത് 3 കൂടിയും കുത്തിച്ചതഞ്ഞിട്ടേ നീരെടുത്തിട്ട് ഇതേപോലെ നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. വെളുത്തുള്ളി, കൊച്ചുള്ളി, വലിയ ഉള്ളി, ഈ 3 ഉള്ളിയും കൂടി ജ്യൂസ് എടുക്കുക. കുറേശ്ശേ നമ്മളെ മുടി എത്ര ഉണ്ടെച്ചാലോ, സ്കാൽപ്പ് ചെറിയ കുട്ടിയല്ല വലിയ ആൾക്കാണെങ്കിലോ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ചേർത്തോളൂ. അതും ഇതേ മെത്തേഡിൽ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക. അങ്ങനെ ആഴ്ചയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തോളൂ. നെറ്റി കയറി മുടിയുള്ളവർക്ക് 3 പ്രാവശ്യം ചെയ്തു വെച്ചാൽ ദോഷമില്ല. ഇതൊക്കെ 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മുടി കൊഴിച്ചിലുള്ള സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി കയറി ചെയ്യാണ് വേണ്ടത്, അല്ലാതെ മുടി വളർത്തിയെടുക്കട്ടെ എന്ന് നിങ്ങൾ അപ്പം ചിന്തിക്കരുത്. കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ മാസ്കുകൾ തൊട്ടു പോകരുത്. ഇങ്ങനെയുള്ള നമ്മൾ ഈ ഓയിൽ, നമ്മൾ വെള്ളം പോലുള്ള സാധനങ്ങൾ മുടിയിൽ തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. കയക്കണ വേപ്പിന്റെ ഇതില്ലേ, കയക്കണ വേപ്പിന്റെ വെള്ളം, അതും നിങ്ങൾക്ക് ഇതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ തലയിൽ തൊട്ടു മാടിക്കോളൂ. നിങ്ങളെ നെറ്റി കയറിയത് മുഴുവൻ പോയി നിങ്ങൾക്ക് പുതിയ മുടികൾ വരുന്നു. ഇതെന്റെ ഉറപ്പാണ്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്തു നോക്കണം ഉറപ്പായിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അമ്മ ഒരു 7-8 റെമഡി ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലത്തെ ഏതെങ്കിലും ഓരോന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക തന്നെ വേണം. നിങ്ങളെ നെറ്റി കയറില്ല, നിങ്ങൾക്ക് മുടി കിളിർത്ത് വരും. പോണിടയിൽ കെട്ടണ കുട്ടികളോട് പറയാണ്, മുടി ഒന്ന് അയച്ച് കെട്ടണം. രാത്രി കാലങ്ങളിലും പകലാണെങ്കിലും നിങ്ങൾ മുടി അയച്ച് കെട്ടണം. അല്ലാതെ അങ്ങനെ മുറുക്കി കെട്ടരുതേ കുട്ടികളെ, മുടി കൊഴിഞ്ഞു പോണത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.